സി നമ്മുടെ സാമല്ലേ എക്സ്ട്രീംലി സെൻസിബിൾ ആയിട്ടുള്ള ഓഫീസറായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു, കാര്യം മനസ്സിലായിട്ടുണ്ട്. മെടുക്കന കൈകൊടുക്കാനൊന്നുമില്ല. കുടുംബത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് പൊക്കാട്ടോ. അവനൊരു പാവമായിരുന്നു. ഞങ്ങളൊരു ബെഞ്ചിലിരുന്ന പാവമഞ്ചാരൊന്നും അറിഞ്ഞില്ല. മറ്റേ ടീം വെച്ച് നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറെ കേസാണ്, അറിയാലോ. നമ്മളായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കണോ? വേണമെങ്കിൽ തപ്പി നോക്കാം. അതൊക്കെ പോലീസുകാർ നോക്കിക്കോളൂ. ഉപദ്രവിക്കില്ലേ? മരുന്നല്ല ഇല്ലീഗലാ, അതല്ലേ അവൻ മുങ്ങിയത്. എന്നാലും വെച്ച് നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ. അവൻ കോരത്തോട് അളിയന്റെ വീട്ടിലുണ്ടെന്ന ഒരു ഇൻഫർമേഷൻ. പ്ലീസ് പ്ലീസ്, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ആദ്യം ഞങ്ങളുടെ അപ്പം പോയി, ഇപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കേണ്ട ജോമോൻ ചേട്ടായി. ഞങ്ങളാരും ഇവരുടെ അത്രയും പവർഫുൾ ആൾക്കാരല്ല. ഇങ്ങനൊരു പ്രശ്നം നേരിടാനുള്ള ശക്തിയില്ല. ഈ കുടുംബം ഒരു ക്രൈസിസിലാച്ചോ. ഓപ്പ എവിടെ ഇരിപ്പുണ്ട്? അവനിപ്പോൾ ആരുമില്ല. അവൻ്റെ കാര്യങ്ങൾ നോക്കണം ഞങ്ങൾ. നിങ്ങളുടെയൊക്കെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി അങ്ങനെ നിന്നിട്ടുണ്ടെന്ന് പറയാം. ഒന്നും മറക്കില്ല, കടപ്പാടുണ്ട്. ഇനിയൊരു ഫൈറ്റിന് ഞങ്ങളില്ല. വയ്യ, ഞാൻ ഒതുങ്ങിയിട്ട്. തെരേസേട്ടായി, എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് തരൂ. എനിക്കിത് പറ്റുന്നില്ല. ജോജി, നീ ഒരു കല്യാണം കഴിക്കുക, അതോടെ പ്രശ്നം തീരും. ഷോജി, വിഷമിക്കാതിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പനച്ചിക്കാർ ദിവസത്തിൽ കുറച്ച് അകന്ന് ജീവിക്കുകയായിരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് കരുതിയാൽ മതി. മനസ്സ് നിന്നിൽപ്പെട്ട് അവൻ്റെ വഴിയിലേക്ക് ബാക്കി വഴി അവൻ കാണിച്ചു തരും. ധൈര്യമായിട്ടിരിക്കും.